ഹലോ, ഇന്നൊരു കുഞ്ഞ് കുക്കിംഗ് വ്ലോഗ് ആയാലോ? നമുക്കൊരു ഈസി ക്രീമി സാൽമൺ കറി ഉണ്ടാക്കിയാലോ? അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഐറ്റം നമ്മുടെ സാൽമൺ. ഫ്രഷ് സാൽമൺ ആണ്, അത് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്കൊരു ഹാഫ് പോർഷൻ ഓഫ് ലെമൺ ആണ്. അപ്പോൾ നമുക്ക് സാൽമണിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. കുറച്ച് ഉപ്പ് മതി, കാരണം സാൽമണിൽ അത്യാവശ്യം ഉപ്പുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ ഇടാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമ്മൾ അമൂലിൻ്റെ ബട്ടറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് അൺസോൾട്ടഡ് അമൂൽ ബട്ടറാണ്. നിങ്ങൾക്ക് സോൾട്ടഡ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ എടുക്കുന്ന സാൽമണിന് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട. ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളറായാൽ മതി. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സാൽമൺ ക്രീമി സാൽമണിൻ്റെ ടെക്സ്ചർ തന്നെ മാറും, ടേസ്റ്റും മാറും. അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ആ സെയിം ബട്ടറിൽ തന്നെ നമുക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുള്ള ഗാർലിക്കും പിന്നെ അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗാർലിക്കും സവോളയും കൂടെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുക്കിംഗ് ക്രീം എടുത്ത് വെക്കാം. നമ്മുടെ കുക്കിംഗ് ക്രീം ഞാനിവിടെ എടുത്തേക്കുന്നത് അൽമറയുടെ കുക്കിംഗ് ക്രീമാണ്, ഫ്രഷ് കുക്കിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ക്രീം വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പം ഇപ്പം കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ എരിവ് നോക്കിയിട്ട് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ സ്പൈസസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഒന്ന് ഉപ്പ് നോക്കുക. ചിലപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്തായാലും നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഹാഫ് ലെമൺ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. പിന്നെ നമുക്ക് ഓർഗാനോയും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷിലേക്ക് നമ്മുടെ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സോസും കൂടി ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് നല്ലൊരു ഡിഷാണ്. നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്. കുക്കിംഗ് ക്രീമിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കഴിച്ചത് അപ്പത്തിൻ്റെ കൂടെയാണ്. കുറച്ച് തിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഒന്ന് ലൂസാക്കിയാൽ മതി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.